എല്ലാവർക്കും നമസ്കാരം. ഹവാമഹലിന്റെ ഫ്രണ്ടിലൂടെ പിങ്ക് സിറ്റിയിലൂടെ നമ്മളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ യാത്ര ഇന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്കാണ്. ജയ്പൂർ വന്നാൽ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് ഇവിടുത്തെ കെട്ടിടങ്ങൾ തന്നെയാണ്. ദാ പിങ്ക് നിറത്തിൽ അങ്ങനെ നിരയായിട്ട് നിൽക്കുന്ന ഓരോ കെട്ടിടങ്ങളും, ഇതിന്റെ ഉള്ളിൽ ധാരാളം കച്ചവട സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ താമസ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഈ സ്ട്രീറ്റിന്റെ എൻഡിലായിട്ട് നിൽക്കുന്ന ആ ഒരു കെട്ടിടത്തിലേക്കാണ്. അത് മറ്റൊന്നുമല്ല, ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മ്യൂസിയങ്ങളിൽ ഒന്നാണ്. പ്രിൻസ് ഓഫ് വെയിൽസ് അല്ലെങ്കിൽ ആൽബർട്ട് എഡ്വേർഡ് എന്ന് പറയപ്പെടുന്ന ഒരു ബ്രിട്ടീഷ് രാജകുമാരന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതിമനോഹരമായ ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടം നിർമ്മിക്കുന്നത് സാമുവൽ സ്വിൻറ്റൺ ജേക്കബ് എന്ന് പറയുന്ന ഒരു ഡിസൈനറാണ്. നമ്മൾ അതിനകത്തേക്ക് കയറാൻ എത്തുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റിങ്ങിന്റെ ക്യൂ. 50 രൂപയാണ് ഒരു ഇന്ത്യൻ അഡൾട്ടിന്റെ ടിക്കറ്റിന്റെ വില. അങ്ങനെ ഞങ്ങൾ 50 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ഫോറിനേഴ്സിന് അത് 200 രൂപയാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിന് 20 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം രാജസ്ഥാൻ ടൂറിസത്തിന്റെ സൈറ്റിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യൂ ഒഴിവാക്കാൻ നേരെ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നേരത്ത് നമ്മളെ വരവേൽക്കുന്നത് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ബ്രില്യൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതും ഇന്നും വളരെ മനോഹരമായിട്ട് തന്നെ രാജസ്ഥാൻ ടൂറിസം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് അത് മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചു വരുന്നു. നമ്മൾ നേരെ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം ഈ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ അങ്ങ് ദൂരെ വരെ നീണ്ടു കിടക്കുന്ന വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു പൂന്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് ആണ് ഈ ഒരു കെട്ടിടം. അപ്പം നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോകാൻ നേരത്തുള്ള കാഴ്ച എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നേരെ ഉള്ളിൽ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഭാഗത്ത് ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്ന് എൻഗ്രേവ് ചെയ്തിട്ടുള്ള ആ ഒരു പേരും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് എംബ്ലവും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കെട്ടിടത്തിന്റെ ചരിത്രവും മറ്റു വിവരങ്ങളും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വളരെ മനോഹരമായിട്ട് പെയിന്റിങ് ചെയ്തിട്ടുള്ള രാജസ്ഥാൻ ഭരിച്ചിട്ടുള്ള പല രാജാക്കന്മാരുടെയും കാലയളവും അവരാരൊക്കെയാണ് എന്ന് കാണിക്കുന്ന ആ ഒരു ചിത്രപ്പണികളോടുകൂടിയുള്ള പെയിന്റിങ്ങുകളും ഒക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകാൻ നേരത്ത് അപ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഇതുപോലുള്ള ധാരാളം പെയിന്റിങ്ങുകളുടെ മുന്നിലേക്കാണ്. മഹാഭാരതവും രാമായണവും അങ്ങനെയുള്ള എല്ലാ നമ്മുടെ പുരാണങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള പെയിന്റിങ്ങുകൾ ധാരാളം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോയതിനു ശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പെയിന്റിങ്ങിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇതുപോലെയുള്ള മറ്റ് കുറച്ച് ഭാഗങ്ങളിലേക്കാണ്. അതായത് പഴയ രാജാക്കന്മാരുടെ പടയാളികളുടെ പടച്ചട്ടയും മറ്റു സാധനങ്ങളും അതോടൊപ്പം തന്നെ ധാരാളം പെയിന്റിങ്ങുകളും. അങ്ങനെ മുന്നോട്ട് പോകാൻ നേരത്ത് നമ്മളെ അതിശയിപ്പിക്കുന്ന പഴയ കാലത്തെ ധാരാളം സാധനങ്ങളും ഒരു 3-4 മണിക്കൂർ നടന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കലാവിരുന്ന് തന്നെയാണ് ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകളുടെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയാം. ഇത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ്. അതോടൊപ്പം തന്നെ ഇത് ടർക്കിഷ് പോട്ടറിയാണ്, ടർക്കിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വർഷങ്ങളും പ്രായവും എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ജാപ്പനീസ് പോട്ടറിയാണ്. അങ്ങനെ ധാരാളം സാധനങ്ങൾ. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ജാപ്പനീസ് പോട്ടറിയാണ്. ഇതിനകത്തുള്ള പെയിന്റിങ്ങുകൾ, കൈകൊണ്ട് വരച്ചിട്ടുള്ള കുറേ പെയിന്റിങ്ങുകളുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് വിശദമായിട്ട് കാണാം. ഭയങ്കര നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഭീമൻ പോട്ടറി തന്നെ ഇവിടെയുണ്ട്. ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തുള്ള പെയിന്റിങ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും നടന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ സ്ഥലത്തും ഓരോ ഡീറ്റെയിലിംഗ് ആണ്. ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിംഹത്തിൻ്റെ തല പോലെയുള്ളൊരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ ജാപ്പനീസ് കിമോണ അതിൽ കെട്ടുന്ന രീതികളൊക്കെ ഇതിനകത്ത് വിശദമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ പടയാളികളുടെയും അവരുടെ ജീവിത രീതിയൊക്കെ ഇതിനകത്ത് അവർ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ മുൻപോട്ട് പോകാൻ നേരത്ത് വീണ്ടും ധാരാളമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പോട്ടറി, ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഇവിടെയുണ്ട്. പിന്നെ അങ്ങോട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ആയുധ ശേഖരമാണ്. എല്ലാ തരത്തിലുള്ള പീരങ്കി ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പഴയ രാജാക്കന്മാരുടെ വാളും കോടാലിയും തോക്കും എല്ലാ ഐറ്റംസും ഉണ്ട്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം അതിൻ്റെ അടിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏത് തരം ആയുധമാണ്, ഏത് തരം തോക്കാണ്, ആരുപയോഗിച്ചതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവരുടെ വെബ്സൈറ്റുകളിൽ നിന്നും അവൈലബിൾ ആണ്. ഇപ്പോൾ ചരിത്രം അന്വേഷിക്കുന്ന ആൾക്കാരായിട്ടുള്ള നമ്മുടെ കാഴ്ചക്കാരും നമ്മുടെ സുഹൃത്തുക്കളും ജയ്പൂരിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ആൽബർട്ട് ഹാൾ മ്യൂസിയം
മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന ആ രീതിയും കൂടെ എന്നെ അങ്ങോട്ട് വല്ലാതെ ആകർഷിച്ചു. കാരണം ഒരു തോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇത്തരത്തിലുള്ള തോക്കുകളും വാളുകളും ആയുധങ്ങളും ഒക്കെ അവർ പരിപാലിച്ചു പോരുന്നതും അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ അതിഗംഭീരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതിനകത്ത് കൈകൊണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കൊക്കെ നോക്കുക. മെറ്റൽ പീസുകൾ മടക്കി ചെയ്തിട്ടുള്ളതാണ്. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ നേരത്ത് നമ്മളെ വെൽക്കം ചെയ്യുന്നത് കുറച്ച് ഈജിപ്ഷ്യൻ പോട്ടറികളും അവരുടെ കരവിരുതുകളും അവരുടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെയാണ്. പിന്നെ ഒരു മമ്മിയുടെ ഒരു കല്ലിൽ കൊത്തിയിട്ടുള്ള ഒരു ശില്പം. ഇത് ഡയറക്റ്റ് ഈജിപ്തിൽ നിന്നും ഇറക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മമ്മിയും കൂടെ ഉണ്ട്. ആ മമ്മിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മമ്മി ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മമ്മി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മമ്മിയാണ്. 4000 വർഷം പഴക്കമുള്ള നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ ജയ്പൂരിലുണ്ട്. അത് കാണണം എന്ന് എൻ്റെ മോനാണ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ജയ്പൂരിലേക്കുള്ള ഈ ഒരു യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എന്നെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്കെലിറ്റന്റെ അതായത് ഈ ഒരു മമ്മിയുടെ എക്സ്റേ ഇവിടെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. 4000 വർഷങ്ങളായിട്ടും ഒരു അസ്ഥിക്ക് പോലും കേടുവരാതെ അത് മമ്മിഫിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് കാണിക്കുന്ന ആ ഒരു എക്സ്റേ. അത് ഞാൻ കണ്ടു. വിശദമായിട്ട് മമ്മിയുടെ ചുറ്റും നടന്ന് അതെല്ലാം കണ്ണു നിറയെ നമ്മൾ കണ്ടതിന് ശേഷം ആണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ മോന് ഉണ്ടായ ആ ഒരു എക്സൈറ്റ്മെന്റ് അത് തന്നെയാണ് ഞാൻ മുടക്കിയ പൈസയ്ക്കും എൻ്റെ ഒരു ടിക്കറ്റിനും ഒക്കെയുള്ള വർത്തായിട്ടുള്ള ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മമ്മിയുടെ വിശദമായ കാഴ്ചകളൊക്കെ പകർത്തിയതിനു ശേഷം നേരെ ബാക്കി ഇവിടെയുള്ള എക്സിബിഷൻ സെന്ററിലേക്കൊക്കെ പോയി പഴയ കാലത്ത് രാജസദസ്സിലും അല്ലാതെയും ഒക്കെ ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഇതാണ് പാവകളി പെപ്പറ്റ് ഷോ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. രാജസ്ഥാനിൽ എവിടെ ചെന്നാലും ഈ ഒരു സംഭവം നമ്മളെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ഇവർക്ക് ചെറിയൊരു സംഭാവനകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഇരുത്തിയിട്ട് അവർ വലിയ രീതിയിലുള്ള ഷോ തന്നെ അവതരിപ്പിച്ച് കാണിക്കും. ഞങ്ങൾ ഷൂട്ട് ചെയ്ത 3-4 പെപ്പറ്റ് ഷോകളുടെ എല്ലാത്തിൻ്റെയും വീഡിയോസും വിഷ്വൽസും ഞാൻ ഇതിനോടൊപ്പം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാം. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ മറക്കരുത്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എൻക്വയറീസും ഒക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൻ്റെ രാത്രിയിലുള്ള കാഴ്ചയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 2 മണിക്കൂറൂടെ സ്പെൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോവില്ല, തിരിച്ചു പോവില്ല. അപ്പോൾ രാത്രി സമയം കിട്ടിയാൽ പിങ്ക് സിറ്റിയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഒരു രാത്രി വന്നിട്ട് ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പൂന്തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ പുൽത്തകടിയിൽ വന്ന് സമയം ചെലവഴിച്ച് ഇവിടുന്ന് ചെറുതായിട്ട് കിട്ടുന്ന സ്ട്രീറ്റ് ഫുഡുകളൊക്കെ, നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടും, അതൊക്കെ നോക്കി വാങ്ങിച്ച് കഴിച്ച് രാത്രി ആസ്വാദ്യകരമാക്കി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്തതിന് ശേഷം മാത്രം മടങ്ങാവുള്ളൂ. ഇത് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ദിസ് ഈസ് ധനീഷ് MKP സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.